ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള പീസാണ്, എല്ലാം വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് സവോളയും തേങ്ങാ കൊത്തുമാണ് എടുത്തേക്കുന്നത്. ഒരു പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഇന്ന് ചിക്കൻ കറി വെക്കുന്നത്. മീൻ വെക്കുന്ന മൺചട്ടിയിൽ വെക്കരുത്, വേറെ ഒരു മൺചട്ടിയിൽ വേണം വെക്കാൻ. അപ്പം ചട്ടി ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും കൂടി വരും കേട്ടോ. മണവും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ കറിക്ക്. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനകത്തോട്ട് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്തത് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച ആ ഒരു പേസ്റ്റ് ആക്കിയില്ല, ചതച്ചിട്ടത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം നന്നായിട്ട് പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സവോളയും കൂടി തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ സവോളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവോളയും ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവോളയും ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വാടി വരണം. വാടി വന്നാലേ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മൾ മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. മസാല കൂട്ട് വാങ്ങിച്ചിട്ട് എല്ലാം കൂടി വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ തന്നെ വറുത്ത് പൊടിക്കുമ്പോൾ. അപ്പോൾ മസാലയുടെ കുത്തുമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് മസാലയെല്ലാം കൂടി ഒന്ന് പുരട്ടി കൊടുക്കണം. പുരട്ടി കൊടുത്തതിന് ശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ഉണ്ടല്ലോ, തിളച്ച ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ മസാലയെല്ലാം ഒന്ന് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിനി വേവിക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വറുക്കാനുള്ള ചിക്കൻ പീസെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഏകദേശമൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി തുറന്ന് നോക്കുമ്പോൾ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് തിളയൊക്കെ കഴിഞ്ഞ് നമുക്ക് വാങ്ങി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശമൊക്കെ ഇവിടെ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ടിട്ട് മറ്റേ വശം മൂപ്പിച്ചെടുക്കാം. ഈ പാത്രം ആയതുകൊണ്ട് തിരിച്ചിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട് ഏകദേശമൊക്കെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു വശമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.